ഗൈസ് നമ്മളിപ്പോൾ Who Knows Me Better ചെയ്യാൻ പോവുകയാണ്. ബട്ട് Hey guys, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. സോ ഞങ്ങളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വ്ളോഗാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. സോ ദ ഗെയിം ഈസ് ഹൂ നോസ് മീ ബെറ്റർ. എൻ്റെ ബോത്ത് സിസ്റ്റേഴ്സ് ആണത്. ഷീസ് നിരഞ്ജന ആൻഡ് ഷീസ് അനശ്വര. ഇവരുടെ നിക് നെയിം ഞാൻ പറഞ്ഞാൽ വേണമെങ്കിൽ അമ്മു, കുഞ്ഞാറ്റ, അതെ ചക്കറാന്ന് വിളിക്കും. ഇത് അമ്മു. ദിസ് ഇസ് അമ്മു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. എവിടെ പ്രോപ്പർട്ടീസ് എവിടെ എവിടെ? യെസ് ഗൈസ്, അപ്പൊ നമ്മള് ഇവരുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഇരുന്നിട്ടുണ്ട്. ഇല്ല ഇവരുടെ അല്ല, ഞാൻ നടുവിരുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, അതുകൊണ്ടാണ് ഞാൻ ഇരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നല്ല സീനാണ്, ഒരു ഭയങ്കര സീൻ ആൾക്കാരാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മൈ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ്. ഫസ്റ്റ് അല്ല, റിസെന്റ്ലി ഉള്ള പോയി എന്നെല്ലാം പോയി. റിസെന്റ്ലി ക്രഷ് എഴുതിയോ? അപ്പൊ എനിക്ക് പേരറിയില്ല, നോക്കട്ടെ കേട്ടോ. ആരാണ്? അവനെയാണോ? പ്രദീപ് അതാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത് നസ്ലിൻ. അമ്മുവിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നസ്ലിനാണ്. ആൻഡ് ഹെർ ഓപ്ഷൻ പ്രദീപ്, മറ്റേ ലവ് ടുഡേയിലൊക്കെ നടൻ. സത്യം പറയട്ടെ, എനിക്കിഷ്ടമല്ല. പേഴ്സണലി എനിക്ക് എന്താണാവോ, എനിക്ക് അങ്ങനത്തെ ഫിലിമുകൾ തീരെ ഇഷ്ടമല്ല. സോ എനിക്കിഷ്ടമല്ല. നസ്ലിൻ ഈസ് എ നൈസ് ഓപ്ഷൻ, പക്ഷെ എനിക്കൊരു സെലിബ്രിറ്റി ക്രഷ് തോന്നാനുള്ള ഒരു എലമെന്റ് ഒന്നുമില്ല. സോ യു ഗൈസ് ഗോട്ട് 0 മാർക്സ്. തരില്ല. എന്തിന്? എന്റെ ഇതിന്റെ അടുത്ത് പോലെ എത്തിയിട്ടില്ല. ഫേവറേറ്റ് ആക്ടർ, മൈ ഫേവറേറ്റ് ആക്ടർ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിന്റെ അടുത്ത് കൂടെയെങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിളവന്മാരാണ്. യൂത്ത് അല്ല, മരിച്ചിട്ടില്ല. ഞാൻ പലതവണ ഇവരോട് പറഞ്ഞും പറയാതെയും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഓർമ്മയുണ്ടോ എന്ന് പറയണത്? നോക്കട്ടെ. രണ്ടെണ്ണോ? ഇതെന്താ ഓപ്ഷൻ വൈസോ? ദിസ് ഈസ് നോട്ട് ഫെയർ. ഞാൻ ഈ വഴിക്കൂടെ പോയിട്ടില്ല. കാണിച്ചാ my favorite actor is Lal. It's not Mohanlal. മറ്റേ ബിയർഡ് ലാൽ, സിദ്ദിഖ് ലാൽ, അയിൽത്തെ ലാൽ, ഹണീബിൽത്തെ ലാൽ ഇല്ലേ? ദാറ്റ്സ് ലാൽ. ആളാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ. അറിയില്ല. യു ഗോട്ട് 0 again 0. ഓക്കെ, അമ്മ സ്കോർ എഴുതി വെച്ചോട്ടാ. ഓക്കെ, ദ തേർഡ് ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ളത് മാറ്റിട്ട് വേറെ എന്തെങ്കിലും ടൈറ്റിൽ വെക്കാന്നാണ്. ലാസ്റ്റ് ആവുമ്പോ അതിനൊരു ടൈറ്റിൽ കിട്ടും, അത് ഞാൻ വെക്കുന്നതാണ് ഗൈസ്. നെക്സ്റ്റ് ഈസ് വെരി സിമ്പിൾ, മൈ ഫേവറേറ്റ് കളർ. ഞാൻ ചൂസ് ചെയ്ത ആൾക്കാർ വളരെ റോങ് ആണ്. ഗസ് ചെയ്യൂ, യു ഗൈസ് ഗസ് ചെയ്തിട്ട് കറക്റ്റ് ആണെന്ന് പറയൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരിക്കുന്ന കളർ ഏതായിരിക്കാം? മേ ബി എല്ലാ കളേഴ്സും യൂസ് ആക്കാറുണ്ട്.
അതെ, ഞാൻ എല്ലാ കളേഴ്സും മാക്സിമം ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഒരു കളറിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. ഉണ്ട്, യാ ഓഫ് കോഴ്സ്. അതാവും, ആ കളറായിരിക്കും മിക്കവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് അത്. അതിഷ്ടമില്ലാത്ത ആൾക്കാർ വളരെയേറെ കളറാണ്. നോ, വൺ കളർ, അതായത് മിക്കവരുടെയും ഫേവറേറ്റ് കളറാണ് അത്. അതില്ല, ഇഷ്ടമില്ലാത്ത ആൾക്കാർ വേറെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നെക്സ്റ്റ്. നീ മനഃപൂർവ്വമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈ ഫേവറേറ്റ് പ്ലേസ് ടു ബി വിസിറ്റ്. അതായത് ഒരു ഇഷ്ടമുള്ള രാജ്യമല്ല, ഒരു പ്ലേസ്. എനിക്ക് രാജ്യമാണ്, അല്ല, മെയിനായിട്ടൊരു പ്ലേസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം ഔട്ട് ഓഫ് ഇന്ത്യ. അതിന് റിലേറ്റ് ചെയ്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ക്ലൂ തരാം. അതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു സീരീസ് ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സീരീസ്. അത് കണ്ടേ പിന്നെയാണ് എനിക്ക് ആ പ്ലേസ് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം കൂടിയത്. 2 പ്ലേസ് ഉണ്ട്, വേണമെങ്കിൽ 2 പ്ലേസിൽ ഏത് വേണമെങ്കിലും ആയിരിക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കോർക്കുക. പക്ഷെ അതിൽ ഒരെണ്ണെങ്കിലും കറക്റ്റ് ആക്കിയാൽ ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ. ആർക്കെങ്കിലും ഇന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച പ്ലേസിലൊന്നാണ് സ്വിറ്റ്സർലാൻഡ്. പറ. കൊറിയ. നോ, യു ആർ ഫ്രം കൊറിയ. സോ നമുക്കൊരു കൊറിയൻ ചായ ഇല്ലേ യു ഗൈസ്? കൊറിയൻ ചായ ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ കമന്റ് ബിലോ. ഇത് കഴിയുമ്പോഴേക്കും അമ്മൂനും കുഞ്ഞാറ്റയ്ക്കും ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മൂൻ്റെ കുഞ്ഞാറ്റയുടെയും ഫാൻസ് ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, പേരൊന്ന് മെൻഷൻ ചെയ്യണേ. ആരാണ്? ദിസ് ഈസ് അമ്മു ആൻഡ് ദിസ് ഈസ് കുഞ്ഞാറ്റ. ചക്കര. സ്വിറ്റ്സർലാൻഡും പാരീസും ആണ് എനിക്കിഷ്ടമുള്ള എമിലിൻ പാരീസ്. കണ്ടിട്ടില്ല. ഇവരൊക്കെ കൊറിയൻ ഡ്രാമയുടെ ആൾക്കാരാ. നോട്ട് നെറ്റ്ഫ്ലിക്സ് ഫാൻസ്. ഐ ആം നെറ്റ്ഫ്ലിക്സ് ഫാൻ. ഇവര് ഭയങ്കര പഠിപ്പിക്കണം, അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യില്ല. അതെ. അപ്പോ അമ്മു വീണ്ടും സ്കോർ ചെയ്തിട്ടുണ്ട്. 0 എഴുതവർക്ക് 0 എഴുതും. അതെ ഇനി the next question is എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ഇൻ യൂട്യൂബ്. കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. ചക്കര ഫസ്റ്റ് പറയുന്നില്ലേ? Of course we are Pearly Mani fans. ഞാൻ ഭയങ്കര പേർളി മാണി ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു എനർജി പേർളി മാണിയുടെ. അതെ, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ട റീൽസും കണ്ട വീഡിയോസും എങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് അത് കാണുമ്പോൾ കിട്ടാറുണ്ട്. സോ മൈ മോസ്റ്റ് ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ഇൻ യൂട്യൂബ് ഈസ് പേർളി മാണി. എടുത്തോ കറക്റ്റ്. പിള്ളേര് ട്രാക്കിൽ കയറി വരുന്നുണ്ട്, സെറ്റായി വരുന്നുണ്ട്. ഓക്കെ ദ നെക്സ്റ്റ്. ഇനി എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യം.
ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഒരു ആക്ടിവിറ്റിയാണ് എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യം. ആക്ടിവിറ്റിയാണ്, എന്തെങ്കിലും മേടിക്കാത്തതൊന്നുമല്ല, ഒരു ആക്ടിവിറ്റിയാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആക്ടിവിറ്റി. ആക്ടിവിറ്റി ആണ്, അതായത് സാധനങ്ങൾ മേടിക്കാൻ അങ്ങനത്തെ ഒന്നും അല്ലാന്ന്, അല്ലാതെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആക്ടിവിറ്റി. What's that? Guess the. എഴുതിയോ? നീ എഴുതിയോ? ട്രിപ്പ് പോവാ. ട്രിപ്പ് ഞാൻ എപ്പോഴും പോവാൻ ആഗ്രഹമുള്ള ആളാണ്, പക്ഷെ അതല്ല, ഒരു ആക്ടിവിറ്റിയാണ്. ഇത് രണ്ടും അല്ല ഗൈസ്. ഇൻഫ്ലുവൻസർ ആവാന്നുള്ളത് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഞാൻ ചോദിച്ചത്. ഈ ട്രിപ്പ് പോവാന്നുള്ളതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം വരുന്നത്. വേണമെങ്കിൽ ഒരു ഹാഫ് മാർക്ക് കൊടുക്കാം, കാരണം സംഭവം ദുബായിൽ പോയിട്ട് സ്കൈ ഡൈവ് ചെയ്യാം. അതാണ് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. അല്ല, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഹാഫ് ഒന്നുമില്ല, രണ്ടാൾക്കും 0-0. എന്തൊരു മനസ്സിലായി. ആൻഡ് നെക്സ്റ്റ് ഈസ്, ഞാൻ സ്ട്രെസ് ആയിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കണ്ടാ, അത് ചോദ്യം പോലും കേട്ടില്ല, അപ്പോഴേക്കും അവര് എഴുതി. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു കാര്യം. പുറത്തു പോവുക അല്ലേ? വ്ളോഗ് ഞാൻ ചെയ്യാൻ എനിക്ക് മെന്റലി ഞാൻ ഓക്കെ ആയാലും ഞാൻ വ്ളോഗ് ചെയ്യുള്ളൂ. സ്ട്രെസ് ആയി കഴിഞ്ഞാൽ ഞാൻ വ്ളോഗ് ചെയ്യലില്ല. പക്ഷെ ഒരുങ്ങി പുറത്തു പോവാന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എന്റെ വ്ളോഗിൽ പലതിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മെൻഷൻ അബൌട്ട് ദാറ്റ്. യെസ്, യു ആർ കറക്റ്റ്. എടുക്കെടുക്കെ മാർക്ക് എടു. സാരില്ല. The next is എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യം ഭയങ്കര പ്രതീക്ഷയിൽ എഴുതുന്നുണ്ട് രണ്ടുപേരും. അങ്ങനെയല്ല, എനിക്ക് അതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇതെന്തത് എസ്സേയോ? കുറെ ടൈം എടുക്കുന്നുണ്ട്. ചക്കര ഫസ്റ്റ് അതായത് അതായത് ഞാൻ എന്റെ ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. സോ ദാറ്റ്സ് മൈ ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു കാര്യം കിട്ടണം. ഫുൾ പോയിന്റ്, ഫുൾ എഴുതിയോ? മാർക്ക് ചെയ്തോ? യെസ്, വെരി ഗുഡ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിം ഏത് ജോണറാണെങ്കിലും എഴുതിയാൽ മതി. ഏത് ജോണറിൽ, ഏത് ജോണറായാലും കുഴപ്പമില്ല. കോമഡിയോ ഹൊറർ ആയിരിക്കില്ല, അത് ഞാൻ പറഞ്ഞു. ഹൊറർ പേടി, കോമഡി, ഫീൽ ഗുഡ്, ത്രില്ലർ, റൊമാൻസ്, എന്താണെങ്കിലും ആവാം. മൈ ഫേവറേറ്റ്
എപ്പോഴും കാണാൻ ഇഷ്ടമുള്ള ഇതാണ്. രണ്ട് ഫിലിംസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 ഫിലിംസ് ഉണ്ട്, അത് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള പടം. ഫിലിമിന്റെ പേരാണ് എഴുതണേ. അല്ലെങ്കിൽ ഫിലിം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോണറെങ്കിലും പിടിക്കാം. അല്ലെങ്കിൽ ഫിലിം എഴുതിക്കോ. ഓക്കെ, ഫിലിം ഫൈനലൈസ്ഡ്. ഫിലിം 2 എണ്ണം ഏത് വേണമെങ്കിലും. ഒരെണ്ണം ഓൾഡാണ്, ഒരെണ്ണം ഏകദേശം ഒരു ഇടത്തര മിഡിൽ പോർഷനിൽ നിൽക്കുന്ന. കല്ലി എഴുതിയോ? ബിഗ് ഫ്രോഡ് അല്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതൊക്കെ അറിയാം അവർക്ക്, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഈ കുട്ടി എഴുതിയിട്ടുള്ള ഒരെണ്ണം ശരിയാണ്, അനന്തപത്രം. മൈ ഫേവറേറ്റ് ഫിലിം. ഞാൻ ഭയങ്കര ചെറുപ്പത്തിൽ പോയി കണ്ടിട്ടുള്ള ഒരു ഫിലിമാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു വിഷ്വൽ എഫക്റ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും, കാരണം കാവ്യമാധവൻ അത്രയും ഭംഗിയിൽ കാണിച്ചിട്ടുള്ളതും കാവ്യമാധവൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര പുതിയതായിട്ട് കാണുന്ന ഒരു ഫിലിമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദേവാസുരാണ്, രാവണപ്രഭുവിന്റെ ഫസ്റ്റ് പോർഷൻ. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതിൽ ദേവാസുരം മൈ ഫേവറേറ്റ് ഫിലിം. മംഗലശ്ശേരി നീലകണ്ഠൻ. അടുത്തത് എനിക്ക് എന്നിൽ മാറ്റാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ല സ്വഭാവം, ക്യാരക്ടർ. പക്ഷെ എനിക്ക് മാറ്റാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും മോശമുള്ള സ്വഭാവങ്ങൾ എനിക്കുണ്ടെന്നാണോ നീ ഉദ്ദേശിച്ചത്? ചക്രാണി സംസാരിക്കും. ഓക്കെ, നെക്സ്റ്റ് സങ്കടം വന്നത് അങ്ങനെയല്ല, രണ്ടും റോങ്. എനിക്കത് മാറ്റണമെന്ന് ആഗ്രഹമില്ല. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതെന്ന് വെച്ചാ പണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ദേഷ്യം മാറ്റണം അല്ലെങ്കിൽ സങ്കടം മാറ്റണം, കാരണം അതെന്റെ ഇമോഷൻസ് ആണ്. അത് എക്സ്പ്രസ് ചെയ്യേണ്ട ടൈമിൽ എക്സ്പ്രസ് ചെയ്യണം, എന്റെ മെച്യൂരിറ്റി എന്നെ പഠിപ്പിച്ചു. സോ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. പക്ഷെ ഇപ്പൊ എനിക്കുള്ളത് എന്താന്ന് വെച്ചാ പറയട്ടെ, എന്റെ ഈഗോ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ഒരാളാണ്. എനിക്ക് എന്റെ ഈഗോനെ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ആൻ ഈഗോയിസ്റ്റിക് സംടൈംസ്. സോ അതെനിക്ക് മാറ്റണം നല്ല ആഗ്രഹമുണ്ട്. അതാണ് എന്റെ മാറ്റണം എനിക്ക് ആഗ്രഹമുള്ളത്. ഓക്കെ, ആൻഡ് മൈ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ബ്രാൻഡ്. ഇത്ര നേരം എന്റെ മേക്കപ്പിന് കിടന്നിട്ട് വിരകിയിരുന്നത് 2 അതിലുണ്ടാ സാധനം. യെസ്, അത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഒരു സാധനം നോക്കുമ്പോ ഒരു ഒബ്സർവേഷൻ വേണം. സോ you guys don't know about that. ഒരെണ്ണ എഴുതിയാ മതി, രണ്ടെണ്ണം അറിയണോ വലിയ. എഴുതിയോ? അല്ല, ലോറിയലിന്റെ ഹേസൽനട്ട് ആണ് എന്റെ ഷെയ്ഡ് വരുന്നത്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് ഇപ്പൊ അതാണ്. കുറച്ച് കഴിഞ്ഞാൽ മാറും, പക്ഷെ ഇപ്പൊ അതാണ്. അതുപോലും അറിയാതെ ഇവര് തമ്മിൽ നല്ല പൊരുത്തണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ ഈസ്, എനിക്ക് ഏറ്റവും വെയർ ചെയ്യാൻ ആഗ്രഹമുള്ള ഡ്രസ്, എപ്പോഴും ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഡ്രസ്. പുറത്തൊക്കെ പോകുന്നുണ്ടോ? എന്താണ്? പുറത്തൊക്കെ പോകുമ്പോൾ സ്പെസിഫൈ ചെയ്യുന്നു. ഇല്ല. പുറത്തേക്ക് പോകുമ്പോ ഒന്ന് സ്പെസിഫൈ ചെയ്യായിരുന്നു. പുറത്തേക്ക് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും അതും വേണമെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്തിരിക്കും. പുറത്തേക്ക് പോകുമ്പോ എന്താണ് ഇഷ്ടം, വീട്ടിൽ ഇരിക്കുമ്പോ എന്താണ് ഇഷ്ടം? കംഫർട്ടബിൾ ആയിട്ടുള്ള എഴുതിയോ? കറക്റ്റ്. വീട്ടില് ചക്കരയുടെ അമ്മൂട്ടി എഴുതിയിട്ടുള്ളത് പുറത്തേക്ക് പോകുമ്പോ എനിക്ക് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഏത് ഡ്രസ്സും ഒക്കെയാണ്. വീട്ടിലിരിക്കുമ്പോ മാക്സി. ഐ ആം വെയറിംഗ് മാക്സി നൗ. എന്താണ് പുറത്തേക്ക് പോകുമ്പോ എന്താണ്? കുർത്ത. ഏതാ കുർത്ത ഇഷ്ടാണ്. ഭയങ്കര ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുർത്ത ഇഷ്ടാണ്. വീട്ടിലിരിക്കുമ്പോ എന്താണ് മാക്സി. യെസ്, കറക്റ്റ്, യു ഗോട്ട് പോയിന്റ്. അതായത് രണ്ടും കറക്റ്റ് ആണ്. എനിക്ക് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള കുർത്തയായാലും എന്തൊരു സ്റ്റൈൽ ഇഷ്ടം. ടൈറ്റ് ആയിട്ടുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ടൈറ്റ്. സോ മാക്സിമം ലൂസുള്ള ഡ്രസ്സുകളാണ് എനിക്കിഷ്ടം. സോ അത് കറക്റ്റ് ആണ്. അതിന്റെ കാര്യത്തിൽ അവർക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ്. 15 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിപ്പോ 12th ക്വസ്റ്റ്യൻ. യെസ്, 12th ക്വസ്റ്റ്യൻ. സോ മൈ ഫേവറേറ്റ് ഫുഡ്. വേണ്ട, മൈ ഫേവറേറ്റ് ഫുഡ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ്. എഴുതിയോ? യു ഗൈസ് ചീറ്റഡ് മീ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടുപേർക്കും അറിയാം എനിക്ക് മന്തിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. സോ ബിരിയാണി, സദ്യ എന്നാണ് അമ്മ എഴുതിയിരിക്കുന്നത്. നോ, സദ്യ ബിരിയാണിയോ? ബിരിയാണി എപ്പോഴും തട്ട് താന്ന് തന്നെ ഇരിക്കും. പക്ഷെ എനിക്ക് ഇതാണ്. ഓക്കെ. ആൻഡ് 0-0. എപ്പോഴും വർക്കൊക്കെ കഴിഞ്ഞ് മന്ത്ലി വൺസ് ഒക്കെ എന്റെ വീട്ടിൽ വരുമ്പോ എന്റെ അമ്മ ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കറി. അമ്മ എഴുതിയിട്ടുള്ളത് ചിക്കൻ ഓർ ബീഫ് കറി എന്നാണ്. ചക്കര എഴുതിയിട്ടുള്ളത് മീൻ കറി. ചിക്കനും ബീഫും എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ മീൻ അധികം ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കാം. ഓവറാക്കണ കാണാം. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ഇൻ മൈ ഫാമിലി. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ഫാമിലി ഇല്ല, എക്സെപ്റ്റ് പാർട്ട്ണർ. അതായത് പാർട്ട്ണർ അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫാമിലി മെമ്പർ. എന്താണ് അമ്മൂട്ടി എഴുതിയത്? യെസ്, മൈ ഫേവറേറ്റ്.
വീഡിയോക്ക് വേണ്ടിയാണോന്ന് അറിയില്ല. ദുഷ്ടകള്. സന്തോഷായി. അല്ല, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം എന്നെ ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള സ്പേസ് ആണ് ഇവരെന്നെക്കാട്ട് ഏകദേശം ഒരു 8 വയസ്സ് 9 വയസ്സിന് താഴെയാണ്. പക്ഷെ ഇവരുടെ ജനറേഷൻ എന്റെ ജനറേഷനും വളരെ ഡിഫറെന്റ് ആണ്. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും എന്നെ ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കും എന്നുള്ള ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ്. എനിക്ക് എന്തും പറയാം എന്ന സ്പേസ് ഉള്ള രണ്ട് സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരെണ്ണം കൂടിയുണ്ട്, അത് അങ്ങ് ചാവക്കാടുണ്ട്. അപ്പൊ ഇവർ രണ്ടാളെയാണ് കൂടുതൽ കിട്ടാറ്, അതിന് ഞങ്ങൾക്ക് കിട്ടാറില്ല. അപ്പൊ ആ ഒരു സ്പേസ് ആണ് എനിക്കുള്ളത്. ഇഷ്ടമുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ എനിക്ക് പോയിട്ട് മൈ ഫേവറേറ്റ് കസിൻസ്. Okay, the last question is over. Oh guys, അതായത് ചക്കരക്ക് 6.5 അമ്മൂന് 7 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഹാഫ് ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ ഏകദേശം 2 പേർക്കും തന്നെ അത്യാവശ്യം കുറച്ച് അറിയാം. 15 ക്വസ്റ്റ്യനില് ഒരു 7 ക്വസ്റ്റ്യനോളം അത് ഏകദേശം നല്ല രീതിയിൽ അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യനോളം ഏകദേശം നല്ല രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറിയാം. ഞാൻ ഉദ്ദേശിച്ചതിനൊക്കെ നന്നായിട്ട് അറിയാം. എന്റെ ഒരു നോളേജ് വെച്ചിട്ട് ഇവർക്ക് എന്നെ ഒരു 0 ലെവലിൽ അറിയുന്നതാണ് എന്റെ ഒരു. പക്ഷെ ഇവർക്ക് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ടൈറ്റിൽ മാറ്റണ്ട, ഹൂ നോസ് മീ ബെറ്റർ തന്നെ ആക്കാം നമുക്ക്. ഇതിൽ ഇവർക്ക് 2 പേർക്കും എന്നെ നന്നായിട്ട് അറിയാം. നന്നായിട്ട് അറിയുന്നു അറിയില്ല, കുറച്ചേ അറിയുള്ളൂ. കുറെ കാര്യങ്ങൾ ഇനിയും ഇവരെന്നെ ഒബ്സർവ് ചെയ്യാനുണ്ട്. സോ യു ഗൈസ് നെക്സ്റ്റ് ഒരു എപ്പിസോഡ് വരുന്നവരെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, നാളെ ഷഷ്ടിക്ക് ഇവര് ഓഫർ ചെയ്യുന്ന സാധനം ഞാൻ മേടിച്ചു പറയാം. അടുത്ത വ്ളോഗിൽ ഇവര് വരും, ഞാൻ മേടിച്ചു കൊടുക്കും. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും നല്ല രീതിയിൽ ഇവര് പെർഫോം ചെയ്തു. സോ ഗൈസ്, നമുക്ക് ലൈഫില് അപ്രതീക്ഷിതമായിട്ട് ചില ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് കടന്നു വരും. അങ്ങനെ എന്റെ ലൈഫിൽ വന്ന 2 പേരാണ്. അതെന്താന്ന് വെച്ചാ ഞങ്ങൾ ഇത്ര കണക്ട് ആവുന്നത് എനിക്ക് അറിയില്ലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് നമ്മള് ഭയങ്കരമായിട്ട് കണക്ട് ആയത്. ഞങ്ങള് ഭയങ്കര ബോണ്ടായത് നമ്മളാണ്. ഇവരുടെ ഒരു ലെവലിലേക്ക് എനിക്ക് ഇവരുടെ ഒരു താഴ്ന്ന ലെവലിലേക്ക് എനിക്ക് അതിന് വരാൻ പറ്റും. അതെ, ഇവർക്ക് ഞാൻ ഉദ്ദേശിച്ച ഏജ് വൈസ് ആട്ടോ, സ്റ്റാൻഡേർഡ് വൈസ് അല്ലേ, നല്ലോണം കണ്ടറിയാലോ. അപ്പോ സോ എനിക്ക് ഇപ്പൊ കുറച്ച് നാളായിട്ട് വരെ കണക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. സോ ഐ എം സോ ഹാപ്പി. ഓക്കെ, ബൈ ഗൈസ്. അപ്പോ അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഫണ്ണുമായിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.